ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ സോവനീർ പ്രബോധന രംഗത്തെ പുതിയ സംരംഭം. ആദർശ പഠന രംഗത്ത് പുത്തൻ രീതിശാസ്ത്രം. പ്രഭാഷണങ്ങൾ, അഭിമുഖങ്ങൾ, ചർച്ചകൾ. പ്രാമാണികം, ആധികാരികം. പഠനവും വിനോദവും. ഈ സോവനീർ. SYS മലപ്പുറം ജില്ലാ സമ്മേളനോപഹാരം. പ്രസാദനം SYS ജില്ലാ കമ്മിറ്റി, മലപ്പുറം, വാദിസലാം. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ, മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സ്നേഹഗീതം പാടിയേ സ്നേഹസാഗര വീതിയേ, മാനവ മലർവാടിയേ മോഹനപ്പൂ ചൂടിയേ. സാരസമായി വമിക്കുന്നേ സാന്ത്വന വാക്ക് പരത്തുന്നേ, പാവന ജീവിതമാക്കുന്നേ ആരിലും ശാന്തി വിതക്കുന്നേ. സുന്നി യുവജന സംഘം സുഹൃതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا وشفيعنا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ما قال من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്നേഹം നിറഞ്ഞ അഹ്ലുസുന്നത്തി വലിയ കർമ്മോത്സുകരായ പ്രവർത്തകരെ, എനിക്ക് സംസാരിക്കാൻ കിട്ടിയ വിഷയം സുന്നത്തും ബിദ്അത്തും എന്ന വിഷയമാണ്. ആചാരവും അനാചാരവും എന്ന് നമുക്കതിനെ മറ്റൊരു പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാം. സ്വാത്വികരായ സലഫു സാലിഹീങ്ങൾ സഞ്ചരിച്ച സൽപാന്താവിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ സുന്നത്തിന്റെ ആളുകൾ എന്ന് നമുക്കൊക്കെ അവരെയും വിളിക്കാം. ഇവിടെ നിങ്ങൾ ശരിക്കാലോചിക്കണം. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പേരിൽ ഒരുപാട് വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ 4ാം ഖലീഫ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ തന്നെ ആദ്യമായി വിഘടന ചിന്താഗതിക്കാർ രംഗപ്രവേശം ചെയ്യുകയുണ്ടായി. ഹറൂരിയ വിഭാഗം എന്ന ഒരു വിഭാഗം അബ്ദുറഹ്മാൻ ബിൻ ഹറൂറ
എന്ന വ്യക്തിയുടെ പേരിൽ ഇവിടെ ഉടലെടുക്കുകയാണ്. അതുപോലെ പിന്നീട് മുഅ്തസിലത്തും റാഫിളിയ്യത്തും ജഹ്മിയ്യത്തും അതുപോലെ ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെ രംഗപ്രവേശം ചെയ്തപ്പോൾ എന്തായിരുന്നു അവർക്കുള്ള അപാകതകൾ, എന്തായിരുന്നു അവർക്കുള്ള പ്രശ്നം? വിശുദ്ധ ഖുർആനെ പ്രമാണമായി അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണവർ. തിരുസുന്നത്ത് സ്വായത്തമാക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നവരായിരുന്നു അവർ. പിന്നെ എങ്ങനെയാണ് ചരിത്രത്തിൽ അവർ വിഘടനവാദികളായി മുദ്രകുത്തപ്പെട്ടത്? ഇന്നും നമുക്കറിയാം ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കക്ഷികളുണ്ട്. 1908 കേരളക്കരയിൽ കണ്ണൂരിനടുത്ത് രംഗപ്രവേശം ചെയ്ത ഖാദിയാനികൾ, ലാഹോരി വിഭാഗം, പഞ്ചാബി വിഭാഗം, തിമർപൂരി വിഭാഗം, പല വിഭാഗങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുസ്ലിം സമുദായത്തിനെതിരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വാക്താക്കൾക്കെതിരെ മതഭ്രഷ്ടമായി കർമ്മരംഗത്തിറങ്ങിയ മുജാഹിദ് പ്രസ്ഥാനം വൈവിധ്യ കക്ഷികളായി അവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പ്രസ്ഥാനം, തബ്ലീഗ് ജമാഅത്ത് എന്നൊരു പ്രസ്ഥാനം, പല വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നു ഞങ്ങളാണ് സുന്നികൾ എന്ന്. എല്ലാവരും അവകാശപ്പെടുന്നു തങ്ങളാണ് യഥാർത്ഥ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളെന്ന്. ശരിയായ ആചാരത്തിന്റെ ആളുകൾ തങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരാ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നാം ചിന്തിക്കണം, ഏതാണ് ശരിയായ ആദർശത്തിന്റെ വാഹകർ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ ആരാ? വൈവിധ്യമായ ആശയങ്ങളെ കൊണ്ട്, വൈരുദ്ധ്യമായ ആദർശങ്ങളെ കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ. എല്ലാവരും നിസ്കരിക്കുന്ന സമയത്ത് അള്ളാഹുവോട് ചോദിക്കുന്നത് പടച്ചവനെ നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്നാണ്. ഏത് വിഭാഗം ചോദിക്കുന്നതും ആ ചോദ്യത്തിന്റെ മേറ്റർ എന്നാണ്. ചോദിക്കപ്പെടുന്നത് അള്ളാഹുവോടാണ്, പ്രവാചകരോ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്, പ്രമാണമോ വിശുദ്ധ ഖുർആനാണ്. പിന്നെ എങ്ങനെയാണ് വ്യത്യസ്താശയമായത്? പിന്നെ എങ്ങനെയാണ് വൈരുദ്ധ്യാദർശമായത്? ഇവിടെയാണ് നമ്മുടെ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട മർമ്മം. എന്റെ പ്രിയപ്പെട്ടവരെ, ആചാരം ഏത്, അനാചാരം ഏത്? ആചാരം അനുവർത്തിക്കുന്നവർ ആരാണ്? അനാചാരത്തിന്റെ കൂടപ്പിറപ്പുകാർ ആരാണ്? ഏതാണ് ശരിയായ ആദർശം, ഏതാണ് ശരിയല്ലാത്ത ആദർശം, ഏതാണ് സുന്നത്ത്, ഏതാണ് ബിദ്അത്ത് എന്നറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. വിശുദ്ധ ഖുർആൻ 5 തവണ വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച സൂറത്തുൽ ഫാത്തിഹയിൽ നേരായ മാർഗത്തിലൂടെ അള്ളാഹുവേ ഞങ്ങളെയൊക്കെ വഴി നടത്തേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏതാണ് നേരായ മാർഗം എന്ന് അള്ളാഹു നമുക്ക് ഐഡന്റിറ്റി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ തിരിച്ചറിയാനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതാണത്? അമ്പിയാക്കളെ അംഗീകരിക്കുക, പ്രവാചകർ മുഹമ്മദ് മുസ്തഫ തങ്ങളെ നബിയായി അംഗീകരിക്കുക, സഹാബത്തിനെ അംഗീകരിക്കുക, ശുഹദാക്കളെ അംഗീകരിക്കുക, സ്വാലിഹീങ്ങളെ അംഗീകരിക്കുക. വിഷയം വിശാലമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒന്നാമത്തെ പദം തന്നെ നമ്മുടെ വിഷയം സുന്നത്ത് എന്ന പദമാണ്. അഥവാ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ അംഗീകരിക്കുക. സുന്നത്ത് എന്ന പദത്തിന് ഭാഷാപരമായി നടപടി, ചര്യ, മാർഗം എന്നൊക്കെ അർത്ഥം ഉണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഖൗലുൻ നബിയ്യി വഫിഇലുഹു വതഖരീറുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക്, നബി തങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ അത് സുന്നത്താണ്. നബി തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ഇനി നബി തങ്ങൾ അത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല. നബി തങ്ങൾ ഒരു കാര്യം പ്രവർത്തിച്ചു കാണിച്ചാൽ പിന്നീട് അത് നബി പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതില്ല, അതും സുന്നത്താണ്. നബി തങ്ങൾ ഒരു വിഷയം അനുവദിച്ചു കഴിഞ്ഞാൽ അതിൽ നബി തങ്ങളുടെ പ്രവചനമുണ്ടോ, അതിൽ നബി തങ്ങളുടെ പ്രവർത്തനമുണ്ടോ നിരീക്ഷിക്കേണ്ടതില്ല, അനുവാദം മതി. ഒന്നുകൂടെ വിശാലമാക്കി പറഞ്ഞാൽ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു സുന്നത്തിന്റെ നിർവചനം ഒന്നുകൂടെ വ്യക്തമാക്കി തരുന്നു. ഖൗലുൻ നബിയ്യി
വഫിഅലുഹു വതഖരീറുഹു വഅഹ്വാലുഹു ഹത്താ ഫിൽ ഹറകാതി വസ്സകനാത് വൽയഖ്ലതി വൽമനാം. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനം, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുവാദം, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസ്ഥ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചലനം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചലനം അല്ലാത്ത സമയം, ഉറക്കം, ഉണർച്ച എല്ലാം സുന്നത്തിന്റെ പരിധിയിൽപ്പെടും. ഇത് ഞാൻ പറയാൻ കാരണം പല ആളുകളും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനം കാണുമ്പോൾ പ്രോത്സാഹിപ്പിച്ചതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പ്രോത്സാഹനം കാണുമ്പോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. തലമറക്കുക, തലപ്പാവ് ധരിക്കുക. തലമറക്കുക എന്നത് സുന്നത്താണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉണർത്തിയതായി ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. വറദതി സുന്ന, സുന്നത്ത് വന്നിട്ടുണ്ട് തലപ്പാവ് കൊണ്ട്, തലമറക്കൽ കൊണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്, സഹീഹ് മുസ്ലിമിലുണ്ട്, തുർമുദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്. എല്ലാ കിതാബുകളിലും നബി തങ്ങൾ തലമറച്ചതുണ്ട്. ഇവിടെ ബിദ്അത്തിന്റെ 1970 ചില്ലാനത്തിന് ശേഷം വന്ന പുത്തൻ പ്രസ്ഥാനക്കാർ ചോദിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി ചോദിക്കുകയാണ്, മുജാഹിദുകൾ ചോദിക്കുകയാണ്, നബി തലമറച്ചിട്ടുണ്ട്, ശരിയാണ്, പക്ഷേ മറക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? മറക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അപ്പോ നബി തങ്ങൾ മറച്ചിട്ടുണ്ടല്ലോ, മറച്ചിട്ടുണ്ട്. നബി ഒട്ടകത്തിന്റെ പാല് കുടിച്ചിട്ടുണ്ട്, കാരക്ക് കഴിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച് പലതും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ സുന്നത്താവുക? അവർ ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സുന്നത്താവണമെങ്കിൽ നബി തങ്ങളുടെ ഫിഅല്, പ്രവർത്തനം ഉണ്ടായാൽ മതി, അവിടെ വാക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. എത്രയോ വിഷയം കാണാം. നബി തങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ചാണ് നബി തങ്ങൾ തലപ്പാവ് ധരിച്ചത് എന്ന് വെക്കുക. എങ്കിൽ ഈ തലപ്പാവിന്റെ ഹദീസ് ഉദ്ധരിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സമർഖന്ദുകാരനാണ്. സമർഖന്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് തലമറക്കൽ നാട്ടു നടപ്പല്ല. പക്ഷേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലേക്ക് വരുമ്പോൾ പ്രത്യേകമായി തലപ്പാവ് ധരിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. ഹദിയുസാരിയിൽ അസ്ഖലാനി പറഞ്ഞത് കാണാം. 1970 വരെ മുജാഹിദ് പ്രസ്ഥാനവും അംഗീകരിച്ചിരുന്നു. KM മൗലവി അടക്കമുള്ള, വക്കം മൗലവി അടക്കമുള്ള ആളുകൾ തലപ്പാവ് ധരിച്ചിരുന്നു. അത് നാട്ടു നടപ്പനുസരിച്ചാണോ? ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചെയ്തു എന്ന നിലയ്ക്ക് ചെയ്യൽ സുന്നത്താണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബഹുമാനപ്പെട്ടവരിങ്ങനെ നടക്കുകയാണ്. കൂട്ടുകാരൊത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെറുതെ ചിരിക്കുക. വെറുതെ ഒരാൾ ചിരിക്കുന്നുണ്ട്, നമ്മൾ ചോദിക്കൂല സുഹൃത്തെ എനക്ക് സുഖല്ലേ എന്ന് ചോദിക്കും, അല്ലേ? ആരും മുമ്പിലില്ല. അലി റളിയല്ലാഹു അൻഹു ചിരിക്കുന്ന വിഷയം അന്വേഷിച്ചപ്പോൾ അതിന് അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്തായിരുന്നു? ഈ സ്ഥലമെത്തിയപ്പോൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. അവ നബി തങ്ങൾ ചിരിച്ചു എന്ന നിലയ്ക്ക് ചിരിക്കൽ അത് സുന്നത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു എന്ന നിലയ്ക്ക് പുഞ്ചിരിക്കൽ സുന്നത്തിന്റെ ഭാഗമാണ്, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നബി പ്രവർത്തിച്ചു എന്നതിൽ പ്രോത്സാഹനം നോക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇവര് തന്നെ ചോദിക്കുന്ന മറ്റൊരു വിഷയമാണ്. ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയം ഏതാണ് എന്ന് സഹാബത്ത് ചോദിക്കുകയാ. നബി തങ്ങൾ പറഞ്ഞു, ദുബറ കുല്ലി സലാ, നിസ്കാരത്തിന്റെ പിറകെ, നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഉണർത്തുകയാണ്, അല്ലേ? ആ നബി തങ്ങൾ പ്രാർത്ഥനയുടെ ഒരു ശൈലി പഠിപ്പിക്കുന്നു. എങ്ങനെ? ലാ യജ്തമിഉ മലഉൻ ഫയദ്ഉ ബഅദുഹും വയഅമിനു സായിറുഹും ഇല്ലാ അജാബഹുമുല്ലാഹ്. ഒരാൾ ദുആർന്ന് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞാൽ അല്ലാഹു തആല ഉത്തരം ചെയ്യും.
അത് ഏത് സദസ്, ഒരുമിച്ച് കൂടുന്ന ഏത് സദസ്സിലും ഒരാൾ തുറന്ന് ബാക്കിയുള്ളവർ ആമീൻ പറഞ്ഞ ഉത്തരം ചെയ്യും. അപ്പൊ നബി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പരിഗണനയുണ്ട്, പ്രത്യേകം സ്വീകരിക്കപ്പെടും എന്ന സമയത്ത് നബി തങ്ങൾ പഠിപ്പിച്ച ശൈലി ഉപയോഗിച്ച് പ്രാർത്ഥന നടത്തുമ്പോൾ നബി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. നബി ചെയ്തത് കാണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതാണ് ബിദ്അത്ത്. ഇങ്ങനെ ചോദിക്കാൻ പാടില്ല. നബി തങ്ങളുടെ മുഴുവൻ വാക്കുകളും പ്രവൃത്തിയും സുന്നത്തായി അംഗീകരിക്കണം. പക്ഷേ ഇവർ അംഗീകരിക്കുന്നില്ല. 1999 സെപ്റ്റംബർ മാസത്തിലെ ശബാബ് വാരികയിൽ കാണാം, നബി തങ്ങൾ പ്രവാചകനാണ്, അതേപോലൊരു മനുഷ്യനാണ്. മനുഷ്യൻ എന്ന നിലയ്ക്ക് വികാര വിചാരത്തിന് അടിമപ്പെട്ട് പലതും പറയാം, പല കാര്യങ്ങളും പ്രവർത്തിക്കാം. അതുകൊണ്ട് അത് പ്രവർത്തിക്കാൻ പാടില്ല. വഹി അടിസ്ഥാനത്തിലുള്ളതേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ഒരു ശൈലി ഉണ്ടായിരുന്നത് മക്ക മുശ്രിക്കുകളുടെ ശൈലിയാണ്. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഇൽമിൽ ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഓരോന്നും എഴുതിയെടുക്കുകയാണ്. മുത്തബിയുസ് സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരെ ഖുറൈശികൾ വിലക്കുകയാണ്. മുഹമ്മദ് ഒരു പ്രവാചകനാണെങ്കിൽ, പ്രവാചകൻ എന്ന നിലക്ക് വഹി വരുമെങ്കിൽ അത് മാത്രം എഴുതിയാൽ പോരെ, എന്തിനാണ് മുഹമ്മദ് നബി തങ്ങൾ പറയുന്നത് മുഴുവനും എന്തിനാണ് എഴുതിയെടുക്കുന്നത്? ഖുറൈശികളിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ വിലക്കിയപ്പോൾ, ആരാഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വിഷയം എന്ന് പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉക്തുബ് കുല്ലമാ സമയത മിന്നി, എന്നിൽ നിന്ന് എന്ത് കേട്ടാലും നീ എഴുതി വെക്കുക. വല്ലാഹി മാ ഖറജത് മിൻ ഹാദാ ഇല്ലാ ഹഖ്, ഇതിലൂടെ ഹഖല്ലാതെ വരികയില്ല, ഇതിലൂടെ സത്യമല്ലാതെ വരികയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ വാക്കുകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഴുവൻ അനുവാദങ്ങൾ എല്ലാം സുന്നത്താണ്. ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. വൽ ജമാഅ എന്ന് പറഞ്ഞാൽ ഈ സുന്നത്തിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന് സാക്ഷിയായ സഹാബത്തെ കിറാം, ആ സഹാബത്തെ കിറാമും താബിഉകളും സഞ്ചരിച്ച സൽപാന്താവ്, അതിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് ജമാഅത്ത് എന്ന് പറയുക. അപ്പൊ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നാൽ നബിയും സഹാബത്തും സഞ്ചരിച്ച, സ്വാത്വികരായ ആളുകൾ സഞ്ചരിച്ച സന്മാർഗ സരണിയെ അംഗീകരിക്കുന്ന ആളുകൾ, അവർക്കാണ് ആ പേരിന് അർഹം. ഈ പേരെന്നാണ് വന്നത്? അത് നബി തങ്ങൾ പ്രയോഗിച്ചതായി അൽ ഹാഫിദ് അബൂ നസ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇൽജാമിൽ ഉദ്ധരിച്ചത് കാണാം. ഷെഹ്റിസ്ഥാനി അൽ മിലൽ പോലെയുള്ള കിതാബുകളിൽ പറഞ്ഞത് കാണാം. ഇത് നബി തങ്ങൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പ്രയോഗിച്ചിട്ടുണ്ട്. സഹാബത്തെ കിറാമും ഈ പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉൽ കബീർ എന്ന് പറയുന്ന കിതാബിൽ ഉദ്ധരിച്ചത് കാണാം. ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതിലേക്ക് കടക്കുന്നില്ല. ആ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കൾ, അവരെ കൊണ്ട് ചുരുക്കി അറിയപ്പെടുന്ന പേരാണ് സുന്നി എന്ന പേര്. സുന്നി എന്ന് പറയുന്ന പേര് സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടവർ എന്നാണ്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ കാമിലുൽ മുത്തബിഉ ഹുവസ് സുന്നിയ്യു, പരിപൂർണമായി ആചാര അനുഷ്ഠാന കർമ്മ വിശ്വാസങ്ങളെ പിൻപറ്റുന്നവർ സുന്നികൾ മാത്രമാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലേ? അപ്പൊ അതാണ് സുന്നികൾ, സുന്നത്ത് എന്നൊക്കെ പറയുന്നത്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അനാചാരം എന്ന് പറഞ്ഞാൽ എന്താ? അനാചാരം എന്നാൽ എന്താണ്? പല നിലക്കുള്ള വ്യാഖ്യാനങ്ങൾ ഇവിടെ നടക്കുകയാണ്. മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീൻ കാര്യത്തിൽ വല്ലതും വല്ലവനും പൊതുവാക്കിയാൽ ഒക്കെ തള്ളേണ്ടതാണ് എന്ന് തെറ്റായ അർത്ഥം ആ ഹദീസിന് വെച്ചുകൊണ്ട് ചില ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലാണ്, എല്ലാം വഴികേടിലാണ് എന്ന ഹദീസ് അവർ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്.
അതുപോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഹജ്ജത്തുൽ വദാഇൽ ആ ആയത്ത് ഇറങ്ങിയതോടുകൂടെ ഇനി ദീനിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല, കൂട്ടിച്ചേർക്കാൻ പാടില്ല, വെട്ടിച്ചുരുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് കാണാം. യഥാർത്ഥത്തിൽ എന്താണ് അനാചാരം, എന്താണ് ബിദ്അത്ത്, എന്താണ് മേൽ പറയുന്ന പ്രയോഗങ്ങൾക്കുള്ള താല്പര്യം, അർത്ഥം? എങ്ങനെയാണ് നബിയും സഹാബത്തും അത്തരം പ്രയോഗങ്ങളെ ഏത് രൂപത്തിലാണ് കണ്ടത്, വ്യാഖ്യാനിച്ചു തന്നത്? അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. ബിദ്അത്തിന്റെ നിർവചനം എന്താണ്? ബിദ്അത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് എന്താണ്? ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിൽ വളരെ വ്യക്തമായി കൊണ്ട് 4-ാമത്തെ വാള്യം 6-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ബിദ്അത്ത് എന്നാൽ സ്ഥിരപ്പെട്ട അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ ആശയ, ആദർശ, ആചാര, അനുഷ്ഠാനം വെച്ചു പുലർത്തുക എന്നാണ്. ഇബ്നു തൈമിയ്യ പറഞ്ഞത് കാണാം, വൽ ബിദ്അത്തു മാ ഖാലഫത് അൽ കിതാബ അവി സുന്നത ഔ ഇജ്മാഅ സലഫിൽ ഉമ്മ. ഇൽമുൽ ഹദീസ് എന്ന ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ കാണാം, ബിദ്അത്ത് എന്നാൽ, അനാചാരം എന്നാൽ ഖുർആനിനെതിരെ, സുന്നത്തിനെതിരെ, മുസ്ലിം സമുദായത്തിന്റെ ഇജ്മാഇനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് അനാചാരം, ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇവിടെ ബിദ്അത്തായി ചിത്രീകരിക്കപ്പെടുന്ന പല കാര്യങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത് എന്നറിയാത്തതിന്റെ പേരിലാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കുക. ബഹുമാനപ്പെട്ട വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ദീന് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. ഈ ആയത്തിന്റെ ശേഷം ഇസ്ലാമിൽ ഒരാചാരവും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ചില ആളുകൾ പറയുന്നത്. ഈ ആയത്തിന്റെ ശേഷമാണ് മുഹറം 9, 10 നോമ്പ് വരുന്നത്. അപ്പോൾ പുത്തൻ പ്രസ്ഥാനക്കാർ സാധാരണ കൊടുക്കാറുള്ള ആശയം അനുസരിച്ച് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് അനാചാരമായി മാറണം. ഈ ആയത്തിന്റെ ശേഷം നബി തങ്ങൾ മിണ്ടാതിരുന്നിട്ടില്ല. ഈ ആയത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് സുന്നത്തല്ലേ? നബി തങ്ങളുടെ പ്രവൃത്തി സുന്നത്തല്ലേ? നബി തങ്ങളുടെ അനുവാദം സുന്നത്തല്ലേ? അതെ. പിന്നെ എന്താണ് ഇതിന്റെ താല്പര്യം? ഈ ആയത്തിൽ പറഞ്ഞത് എന്താണ്? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് ദീൻ പരിപൂർണമാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, നിഅമത്തും പൂർത്തിയാക്കി തന്നു. അല്ലേ? അപ്പൊ അതിന്റെ ശേഷം നബി തങ്ങൾക്ക് ഒരു നിഅമത്തും കിട്ടിയിട്ടില്ല, സഹാബത്തിനൊന്നും കിട്ടിയിട്ടില്ല? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ താല്പര്യം? ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇന്ന് നമ്മൾ കേൾക്കുന്ന മുജാഹിദീങ്ങളല്ല, പിന്നെ താബിഈകളിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ശിഷ്യനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ഈ ആയത്ത് അവതരിക്കുന്നത് ഹജ്ജത്തുൽ വദാഇ എന്ന് പറയുന്ന മഹത്തായ സംഭവത്തിലാണ്. ഇസ്ലാം നിസ്കാരം, ഷഹാദത്ത് കലിമ, നോമ്പ്, സക്കാത്ത് എല്ലാം നടപ്പിൽ വരുത്തി പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിരുന്നു. ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിന്റെ 5-ാമത്തെ കാര്യമായ ഹജ്ജ് ഇവിടെ പ്രാവർത്തികമായി പ്രയോഗതലത്തിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ 5-ാമത്തെ കാര്യമായ ഹജ്ജ് അതും ഇവിടെ സ്വീകരിച്ചു എന്ന്. ഇനി ഇസ്ലാമിന്റെ 6-ാമത്തെ ഒരു കാര്യമായി പഞ്ചസ്തംഭങ്ങളിൽ 6-ാമത്തൊന്ന് മറ്റൊന്നായി കൊണ്ടുവരേണ്ടതില്ല. ഇസ്ലാം 5ഉം ഇവിടെ സാർവത്രികമാക്കി കഴിഞ്ഞു എന്നാണ്. ഇതിനർത്ഥം ഓരോരുത്തർക്ക് തോന്നിയത് പിന്നീടുള്ള പിൽക്കാലത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നല്ല. ഓരോ ആശയങ്ങളും ആദർശങ്ങളും അവരവരുടെ ഇഷ്ടം പോലെ ഇതിൽ കടത്തിക്കൂട്ടാം എന്നുമല്ല. നേരെ മറിച്ച് ഈ ആയത്തിന്റെ വസ്തുതാപരമായ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടും എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ആയത്തിന്റെ ശേഷം നബി തങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് അത് സുന്നത്തിന്റെ പരിധിയിൽ തന്നെ വരുന്നു, അത് ഈ ആയത്തിന്റെ ഉള്ളിൽ വരുന്നു.
ഈ ആയത്തിന് ശേഷം നബി തങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും അനുവദിച്ചതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഒരുപാട് സഹാബത്തെ കിറാം ഇവിടെ ജീവിച്ചിരുന്നു. ആ സഹാബത്തെ കിറാം എന്തെങ്കിലും നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ അതും സുന്നത്തിന്റെ പരിധിയിൽ തന്നെ വരുന്നതാണ്. കാരണം സഹാബത്ത് സ്വന്തം ഒന്നും നിർവഹിക്കുകയില്ല. നബി തങ്ങളുടെ നിർദ്ദേശമോ നബി തങ്ങളുടെ കൽപ്പനയോ വ്യക്തമായതോ വ്യംഗ്യമായതോ അല്ല നിർദ്ദേശമോ ഇല്ലാതെ നബി തങ്ങൾ സഹാബത്തെ കിറാം സ്വന്തം നിലക്കൊന്നും ഉണ്ടാക്കുന്നതല്ല. ഇവിടെ ഏത് വിഷയം എടുത്തിട്ടാലും അങ്ങനെയാണ്. ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ബിദ്അത്തുകാരായി ചിത്രീകരിക്കാൻ ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ. തറാവീഹ് നിസ്കാരം. തറാവീഹ് നിസ്കാരം എന്നത് ഇവിടെ ഒരു വിഷയം തന്നെ കഴിഞ്ഞതുകൊണ്ട് അതിലേക്ക് ഞാൻ വിശദമായി പറയുന്നില്ല, ഒരൊറ്റ വിഷയം മാത്രം പറയട്ടെ. തറാവീഹ് എന്നത് ബിദ്അത്താണ്, 20 നിസ്കരിക്കൽ എന്നൊരു വിഭാഗം പറയുന്നു. ഒരു വിഭാഗം സുന്നത്താണ് എന്നും പറയുന്നു. എന്താണ് വസ്തുത? തറാവീഹ് എന്ന് പറയുന്ന മഹത്തായ നിസ്കാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 20 നിസ്കരിച്ചിരുന്നു എന്നത് അവിതർക്കിതമായ വസ്തുതയാണ്. 200-ലധികം സഹാബത്തിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച അതാ ഇബ്നു അബി റബാഹ് 4 മദ്ഹബിന്റെയും കർമ്മശാസ്ത്ര വീക്ഷണങ്ങളുടെ സ്രോതസ്സായി അറിയപ്പെടുന്നവർ, ബഹുമാനപ്പെട്ടവർ ഉണർത്തുന്നു. അൽ ഹാഫിൾ ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു ധരിക്കുന്നത് കാണാം, ഞാൻ 200 സഹാബത്തിൽ നിന്നും ദീൻ പഠിച്ചവരാണ്, ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. ഞാൻ സഹാബത്തെ കിറാമിന്റെ തറാവീഹിന്റെ വിഷയത്തിലുള്ള ആചാരം നോക്കുമ്പോൾ ജംഹൂറുഹും യുസല്ലീന 20 റക്അ, അതിൽ ഭൂരിഭാഗവും 20 നിസ്കരിക്കുന്നവരായിരുന്നു. ഒരു ന്യൂനപക്ഷമാവട്ടെ, അവർ 36ന്റെ ആളുമാണ്. 20-ൽ കുറഞ്ഞ തറാവീഹ് ഇല്ല. അപ്പൊ സഹാബത്തെ കിറാം തറാവീഹ് 20 നിസ്കരിച്ചുവെങ്കിൽ എന്റെയും എന്റെ സഹാബത്തിന്റെയും മാർഗം പിൻപറ്റണം എന്ന് നബി തങ്ങൾ പറഞ്ഞതിന്റെ പരിധിയിൽ അത് വരുന്നു. എന്നിട്ട് ഇവർ ഉദ്ധരിക്കാറുള്ളത് എന്താണ്? ഇവർ ഉദ്ധരിക്കാറുള്ളത് സഹീഹുൽ ബുഖാരിയിൽ 8-നേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രമാണം ഇവർക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? കാരണം മുബ്തദിയല്ലേ ഇമാം ബുഖാരി, തറാവീഹ് 20 നിസ്കരിക്കുന്ന ആളല്ലേ, അല്ലേ? അപ്പോൾ ഈ പ്രമാണങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസുകൾ വിശദീകരിച്ചു തരുന്ന ഇമാമുകൾ, ആ ഇമാമുകൾ എങ്ങനെയാണ് പ്രയോഗതലത്തിൽ ഇതിനെ കണ്ടത്? ചിന്തിക്കണം. വിഷയങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ പ്രായോഗിക വൽക്കരണം എന്താണെന്ന് നമ്മൾ അറിയണം. ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെയാണ്. ഇവിടെ അനാചാരമായി ചിത്രീകരിക്കുന്ന ഏത് വിഷയവും അർത്ഥത്തിൽ ആചാരം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇവിടെ അനാചാരമായി ചിത്രീകരിക്കുന്ന മറ്റൊരു വിഷയമാണ് ജുമുഅ ഖുതുബ. ഒരു വിഷയം തന്നെ ഇവിടെ വരുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അല്ലേ? ഖുതുബ, ജുമുഅ ഖുതുബ സഹാബത്തെ കിറാം എങ്ങനെയാണ് നിർവഹിച്ചത്? പുത്തൻ പ്രസ്ഥാനക്കാരിൽപ്പെട്ട ഈ അടുത്ത ഒരു ബിരുദധാരി അതിലേക്ക് പോയി സാൽവേഷന്റെ ഒക്കെ പ്രചാരണം നടത്തുന്ന ഒരു മൗലവി പറഞ്ഞത് എന്താണ്? പബ്ലിസിറ്റി ഉദ്ദേശിക്കാത്തത് കൊണ്ട് പേര് ഞാൻ പറയുന്നില്ല. ഇമാം റാഫി തങ്ങളെ മുമ്പ്, നവവി തങ്ങളെ മുമ്പ് അറബി ഭാഷ ഷർത്താണ് എന്നൊരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. ഇമാം റാഫി തങ്ങളുടെ മുമ്പ്, നവവി തങ്ങളുടെ മുമ്പ് ജീവിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഗംറാനി റളിയല്ലാഹു അൻഹു. അവിടുത്തെ അൽ ബയാൻ എന്ന കിതാബിൽ പറഞ്ഞത് കാണാം, ഇഷ്തറത്തു കൗനുൽ ഖുതുബത്തി അറബിയ്യ, ഖുതുബ അറബിയിലായിരിക്കൽ ഷർത്താണ്. എന്താ കാരണം? ലിഅന്ന നബിയ വൽ ഖുലഫാഅ കാനൂ യഖ്തുബൂന ബിൽ അറബിയ്യ, നബിയും സഹാബത്തും അറബി ഭാഷയിലാണ് ഓതിയത്. അപ്പൊ അറബി ഭാഷയിലുള്ള ഖുതുബ സുന്നത്താണോ ബിദ്അത്താണോ എന്ന് നോക്കാൻ എന്താ മാർഗം? നബി തങ്ങളുടെ വാക്കിലോ നബി തങ്ങളുടെ പ്രവൃത്തിയിലോ നബി തങ്ങളുടെ അനുവാദത്തിലോ ഉള്ള ഖുതുബ ഏതാണെന്ന് നോക്കുക.
അറബി ഭാഷയിലുള്ള ഖുതുബയാണ്. അറബി ഭാഷയിലുള്ള ഖുതുബയാണ്. KM മൗലവി സാഹിബ് പോലും പറഞ്ഞതെന്താണ്? ഖുതുബയൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം എങ്കിൽ അങ്ങാടി നിലവാരം തേങ്ങക്കാലത്ത് തേങ്ങ ഖുതുബ, മാങ്ങക്കാലത്ത് മാങ്ങ ഖുതുബ, റബ്ബർ കാലത്ത് റബ്ബർ ഖുതുബ, അതൊക്കെ കേൾക്കാലോ, സൗകര്യമാണല്ലോ. അതുകൊണ്ട് ഖുതുബ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നാൽ വളരെ ഉപകാരമാണ്. അതിനൊരു ഫത്വ തരണം എന്ന് പറഞ്ഞപ്പോൾ KM മൗലവി എന്താ പറഞ്ഞത്? വലാകിൻ ഹാഹുന ശൈഉൻ യംബഗി അൽ-ഇൽതിഫാതു ഇലൈഹി വഹുവ അന്നാ ലൻ നജിദു ഫീ കിതാബിൻ മിനൽ ഖുതുബ അന്ന സലഫസ് സാലിഹീന ഫീ കിതാബിൻ മിനൽ ഖുതുബി അന്ന സലഫസ് സാലിഹീന വമൻ കാനൂ മിൻ ബഅദിഹിം ഹീനമാ യഖ്തുബൂന ഖുതുബൽ മശ്റൂഅ. ഖുതുബ നടത്തുന്ന സമയത്ത് അനറബി നാടുകളിൽ പോലും നബിയും സഹാബത്തെ കിറാം ദീനിന്റെ പ്രബോധനം നടത്താൻ വേണ്ടി പോകുമ്പോൾ ഖുതുബ അറബി ഭാഷയിൽ അവർ നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് മൂപ്പര് പറഞ്ഞു. പിന്നീട് വഹാബിസം ഇങ്ങനെ തലക്കിങ്ങനെ കൂടിയപ്പോഴാണ് പിന്നീട് ഇത് മാറ്റം വരുത്തിയത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ അനാചാരമായി ചിത്രീകരിക്കുന്ന അറബി ഭാഷയിലുള്ള ഖുതുബ നബിയും സഹാബത്തും അങ്ങനെ തന്നെ പാരായണം ചെയ്യുകയാണ്, അങ്ങനെ തന്നെ നിർദ്ദേശിച്ച് നമുക്ക് കാണുകയാണ്. വെള്ളിയാഴ്ച രണ്ടാം വാങ്ക് അനാചാരമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ച് കാണിച്ചു തരുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിക്കുന്നത് കാണാം. രണ്ടാം വാങ്ക് എന്നത് ജുമുഅക്ക് ഡബിൾ വാങ്ക്, രണ്ട് വാങ്ക് കൊടുക്കുക എന്നത് ഫസബത്തൽ അംറു അലാ ദാലിക, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തുകയും അങ്ങനെ തന്നെ കാര്യം സ്ഥിരമാവുകയും ചെയ്തു. അല്ലേ? ഇബ്നു തൈമിയ്യ വാങ്കിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫസാറ അദാനൻ ശർഇയ്യൻ ബിത്തിഫാഖിൽ മുസ്ലിമീൻ. മുഅ്മിനീങ്ങളുടെ ഇജ്മാ ഉണ്ട്, വിശ്വാസികളുടെ ഇജ്മാ ഉണ്ട്, വെള്ളിയാഴ്ച രണ്ട് വാങ്ക് വിളിക്കുന്നതിൽ എന്ന് ഇബ്നു തൈമിയ്യ നിർദ്ദേശിക്കുകയുണ്ടായി. നമ്മുടെ പള്ളി തിരിച്ചു വെച്ച കഅബാലയത്തിൽ മസ്ജിദുൽ ഹറാമിൽ വെള്ളിയാഴ്ച രണ്ട് വാങ്ക് ഉണ്ട്. സഹാബത്ത് രണ്ട് വാങ്ക് വിളിക്കുന്നവരാണ്. പിന്നെ എന്തിനാണ് ഡബിൾ വാങ്കുള്ള പള്ളിയിൽ നിന്ന് സിംഗിൾ വാങ്കുള്ള പള്ളി അന്വേഷിച്ചു പോകുന്നത്? ഇത് വിഘടന ചിന്താഗതിയല്ലേ? ഇതല്ലേ വിഘടന ചിന്താഗതി? നിങ്ങൾ ആലോചിക്കുക. വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന സമയത്ത് മരത്തിന്റെ വടി പിടിക്കൽ, മരത്തിന്റെ വടി പിടിക്കുക എന്നത് അനാചാരമാണെന്നൊരു വിഭാഗം പറയുന്നു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സഹീഹായ സനദോടെ അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നത് കാണാം. വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന സമയത്ത് മരത്തിന്റെ വടിയിൽ ഊന്നി നിൽക്കൽ സുന്നത്താണ്, നല്ല കാര്യമാണ്. സഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാനം ഖുതുബ ഓതുന്ന സംഭവം വിവരിക്കുന്നിടത്ത് ഇമാം മുസ്ലിമിന്റെ ഉസ്താദ് ഇബ്നു ശബ്ബാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് സഹിയായി ഉദ്ധരിക്കുകയാണ്. വിപ്ലവകാരികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്നും ഖുതുബ ഓതുന്ന സമയത്ത് ആ മരത്തിന്റെ വടി വാങ്ങി പൊട്ടിച്ചു. അല്ലത്തി, എങ്ങനെയുള്ള വടിയാണ്? കാന യഅ്തമിദു അലൈഹാ ഉമറു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ചിരുന്ന വടിയായിരുന്നു അത്. വകദാ അബൂബക്കറിൻ, അങ്ങനെയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ചിരുന്നത്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ച വടി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ച വടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് പള്ളിയിലെ ഖതീബുമാർ പിരിഞ്ഞു പോയാലും പിരിച്ചുട്ടാലും വടി നമ്മൾ പിരിച്ചുവിടലില്ല, അത് പഴയ വടി തന്നെ അല്ലേ? അതിനുള്ള തെളിവയിലുണ്ട്. വളരെ വ്യക്തമായി കൊണ്ട് തന്നെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെയാണ്. ഇനി നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, അനാചാരമായി ചിത്രീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ് മരിച്ചവരുടെ പേരിൽ ഖുർആൻ പാരായണം നടത്തുക എന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മയ്യത്തിനോട്, വിശ്വാസികളോട് എങ്ങനെ സമീപിക്കണം എന്നാണ് പഠിപ്പിച്ചത്? എങ്ങനെ സമീപിക്കണം എന്നാണ് പഠിപ്പിച്ചത്? റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് പഠിപ്പിച്ചത്. റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ റഹ്മത്ത് ഇറങ്ങുന്നതിന് അനുകൂലമായി കാര്യങ്ങൾ നിർവഹിക്കണം. റഹ്മത്ത് ഇറങ്ങുന്നതിന് അനുകൂലമാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ. വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്ത് ഇറങ്ങും. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനരായ സഹാബി, മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സംഭവം
നബി തങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് കാണാം ബഹുമാനപ്പെട്ടവർക്ക്, അല്ലേ? സഹീഹുൽ ബുഖാരിയിലുണ്ട്. അപ്പോ റഹ്മത്തിറങ്ങുന്നതാണ് വിശുദ്ധ ഖുർആൻ. അവിടെ മയ്യിത്ത് ഉണ്ടായാൽ ഒഴികെ ഒരൊറ്റ ഹദീസിന്റെ കിതാബുകളിലുമില്ല. മയ്യിത്തിന്റെ അടുക്കൽ ഹാജരായാൽ ഖൂലു ഖൈറാ, ഖൈർ നിങ്ങൾ ചൊല്ലണം. സഹീഹ് മുസ്ലിമാണ്. ഖൈറായ വചനം ഖുർആനാണെന്ന് പഠിപ്പിച്ച നബി തങ്ങൾ ഖൈറായ വചനം ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ഖുർആൻ ഓതുന്നതിനെ എന്തിനാണ് മുടക്കുന്നത്? എന്തിനാണ് മുടക്കുന്നത്? നബി തങ്ങളുടെ പൊതുവായ നിർദ്ദേശത്തിൽ അത് പെട്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ വസിയ്യത്ത് ചെയ്തിരുന്നു. ഇബ്നു തൈമിയ്യ പോലും അത് ഉദ്ധരിക്കുന്നു. ഇവർ പറയുന്നത് എന്താ? ഇമാം ഷാഫി തങ്ങൾ എതിർത്തിട്ടുണ്ട്. മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതുന്നതിനെ നബി ഇമാം എതിർത്തിട്ടുണ്ട്, ഷാഫി ഇമാം എതിർത്തിട്ടുണ്ട്. വല്ലാഹി ഒരിക്കലും അവർ എതിർത്തിട്ടില്ല. മരിച്ചവരുടെ പേരിലുള്ള ഖുർആൻ പാരായണത്തെ അവർ വിമർശിച്ചിട്ടില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിൽ വളരെ വ്യക്തമായി ഉദ്ധരിക്കുന്നു, മരിച്ചവരുടെ പേരിൽ ഖുർആൻ പാരായണം നടത്തുക എന്നത് നല്ല കാര്യമാണ്. നസ്സലൈഹി ശാഫിഈ, ഷാഫി ഇമാം ഖണ്ഡിതമായി പറഞ്ഞതാണ്. അവിടുത്തെ റിയാദുസ് സാലിഹീനിൽ ഒരു അധ്യായം തന്നെ മയ്യിത്തിന്റെ പേരിൽ എന്തെല്ലാം കർമ്മങ്ങൾ നിർവഹിക്കണം എന്നൊരു അധ്യായം. ആ അധ്യായത്തിൽ റിയാദുസ് സാലിഹീനിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ശാഫിഈ, ഷാഫി ഇമാം പറയുന്നത്, വസ്ഹാബുഹു, ഷാഫി ഇമാമിന്റെ സഹാബും പറയുന്നത്, യുസ്തഹബ്ബു അൻ യുഖറഅൽ ഖുർആൻ, ഖുർആൻ ഓതൽ സുന്നത്താൻ, വഇൻ ഖതമുൽ ഖുർആന, ഖത്തം തീർക്കുകയാണെങ്കിൽ കാന ഹസന, നല്ല കാര്യമാണെന്ന് പഠിപ്പിച്ചവരാണ് ഇമാം ഷാഫി തങ്ങൾ. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായപ്പോൾ ആ ഇമാം ഷാഫിഈ തങ്ങളോട് സ്നേഹമുള്ള തന്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാർ അവരെന്തായിരുന്നു നിർദ്ദേശിച്ചത്, അവരെന്തായിരുന്നു പഠിപ്പിച്ചത്, അവരെന്തായിരുന്നു അവിടെ കാണിച്ചത്? ഖുർആൻ ഓതാതെ മാതൃഭൂമിയും മനോരമയും വായിച്ച് നടക്കുകയല്ല, നാട്ടുവർത്തമാനങ്ങൾ പറയുകയല്ല. നേരെ മറിച്ച് ഇമാം ഷാഫിഈ തങ്ങളോട് സ്നേഹമുള്ള തന്റെ ശിഷ്യന്മാർ എല്ലാവരും വട്ടമിളന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ തങ്ങളുടെ പേരിൽ ഒരുപാട് ഖത്തം തീർത്തിരുന്നു. തവാലി തഹ്സീസ് ഫീ മനാഖിബ് ഇദ്രീസ് എന്ന അൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി കൊണ്ട് ഇത് രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇമാം ഷാഫിഈ തങ്ങൾ ഈ വിഷയത്തിനെതിരല്ല, നവവി ഇമാം എതിരല്ല, ഇമാമുകൾ എതിരല്ല. മരിച്ചവരുടെ പേരിൽ ഖുർആൻ പാരായണം നടത്തൽ അത് ബിദ്അത്താണ് എന്ന ശബ്ദം വന്നത് ചരിത്രത്തിൽ ആദ്യമായി വന്നതെന്റെ പ്രിയപ്പെട്ടവരെ നാവൂസിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. നാവൂസിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ നാവിലൂടെയാണ് ആദ്യമായിട്ട് ഖുർആൻ പാരായണം മരണപ്പെട്ടവരുടെ പേരിൽ നടത്തൽ ബിദ്അത്താണ്, പാടില്ല എന്ന് പറയുന്ന ആ ശബ്ദം പുറത്തേക്ക് വന്നത്. ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ ഈ വിഷയം വിശദമായി വിശകലനം ചെയ്തത് കാണാം, അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ മരിച്ചവരുടെ പേരിൽ ഖുർആൻ പാരായണം നടത്തൽ ബിദ്അത്താണ് എന്ന് പറയണമെങ്കിൽ ഖുർആനിനോട് എതിരാവണം. ഖുർആനിന്റെ ഏതായത്തിനോടായെതിര്? ഹദീസിനോടെതിരാവണം. മുൻഗാമികളായ ആളുകളുടെ നടപടിക്രമത്തോട് എതിരാവണം. അപ്പോഴാണ് ഇത് ബിദ്അത്ത് എന്ന് പറയാൻ പാടുള്ളൂ, അനാചാരം എന്ന് പറയാൻ പാടുള്ളൂ. ഏത് വിഷയം എടുത്താലും അങ്ങനെ തന്നെയാ. ഉറുക്കുകെട്ടൽ ശിർക്കാണ് എന്നാണ് ഉമർ മൗലവി പറയുന്നത്, ജായിസാണ് എന്നാണ് KM മൗലവി പറയുന്നത്. KM മൗലവി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് വൈസ് പ്രസിഡന്റായി അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് പോലും ഉമർ മൗലവി. വൈസ് പ്രസിഡന്റിന്റെ വീക്ഷണത്തിൽ പ്രസിഡന്റ് മുശ്രിക്ക്, പ്രസിഡന്റിന്റെ വീക്ഷണത്തിൽ വൈസ് പ്രസിഡന്റ് ശരിയല്ലാത്ത ആദർശത്തിന്റെ ആള്, അല്ലേ? ഉമർ മൗലവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റും പ്രായം കൂടിയപ്പോ വൈസ് പ്രസിഡന്റ് ആയ ആളാണ്. ലഫ്ദിന്റെ സിയാദത്ത് മാനാന്റെ മേൽ സിയാദത്തിന്റെ മേൽ അറിയിക്കണം എന്നാണല്ലോ. അവ നിങ്ങൾ ആലോചിക്കുക, KM മൗലവി സാഹിബ് പറയുന്നു അസ്മാഇകളെ കൊണ്ട് ശരിയായ അധികാരികളെ കൊണ്ടുള്ള ഉറുക്കുകെട്ടൽ അത് അനുവദനീയമാണ്, ജായിസാണ്. KM മൗലവി എന്തോ പറയട്ടെ, ഉമർ മൗലവി എന്തോ പറയട്ടെ, ഇസ്ലാം എന്ന് പറയുന്നു, പ്രമാണം എന്ന് പറയുന്നു, പ്രമാണങ്ങൾ പഠിച്ച പൂർവികർ എന്ന് പറയുന്നു.
ഈ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ലേ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കുട്ടികൾക്ക് ഉറുക്കെഴുതി കൊടുത്തിരുന്നു. ഉറുക്കെഴുതി കെട്ടിക്കൊടുത്തിരുന്നു. പല വിഷയങ്ങളിലും പറഞ്ഞതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമുസ്ലിമായ ഭരണാധികാരിക്ക് ബിസ്മി ഉറുക്ക് എഴുതി കെട്ടിക്കൊടുത്തത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി കൊണ്ട് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അത് ഉദ്ധരിക്കാനുള്ള കാരണം ഇമാം റാസി തങ്ങൾ ഒരു സുന്നിയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉറുക്ക് കെട്ടിക്കൊടുത്തു എന്ന സംഭവം ഉദ്ധരിക്കാൻ കാരണം ഇമാം ബുഖാരി ഈ ആചാരം അനുവർത്തിക്കുന്ന ഒരു ഉത്തമ സുന്നിയാണ് എന്നതാണ്. ഇങ്ങനെയാണ് സുന്നികളുടെ മേൽ ആരോപണം നടത്തുന്ന ഏത് വിഷയങ്ങളുടെയും കഥകൾ. ഇനി നോക്കൂ എന്റെ പ്രിയമുള്ളവരെ, മരിച്ചവരുടെ പേരിൽ അന്നദാനം നടത്തുക എന്നത്, മരിച്ച വീട്ടിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അയൽവക്കത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് കൊടുക്കേണ്ടത്, അവിടെ പാകം ചെയ്യാൻ പാടില്ല, ഇവർ വാദിക്കുന്ന ഒരു വിഷയമാണ്. എന്തേ? നിങ്ങളുടെ തലക്കും ഭാഗത്തിരിക്കുന്ന തൊഫയിലില്ലേ, നിഹായിലില്ലേ, മുഗനിയിലില്ലേ, മരിച്ചവരുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. സഹാബത്തിന്റെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? സഹാബത്തെ കിറാമിന്റെ നിലപാട് എന്താണ്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അൻ ആയിഷത സൗജി നബി, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും നിവേദനം. എന്താണ് വിഷയം? അന്നഹാ, നിശ്ചയം മഹദി അവர்கள் ഇദാ മാതത മിൻ അഹ്ലിഹാ, ആരെങ്കിലും അവരുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചാൽ, വജ്തമഅ ലിദാലിക നിസാ, സ്ത്രീകൾ ആരെങ്കിലും മരിച്ചാൽ, പുരുഷന്മാർ ആരെങ്കിലും മരിച്ചാൽ, കുറെ ആളുകൾ, കുറെ സ്ത്രീകൾ പോലും അവിടെ ഒരുമിച്ച് കൂടും. കുറെ സ്ത്രീകൾ അവിടെ ഒരുമിച്ച് കൂടും. എന്നിട്ട് സുമ്മ തഫറഖന, അവരൊക്കെ പിരിഞ്ഞു പോകും. ഇല്ലാ അഹ്ലഹാ വ ഖാസത, അവരുടെ സഹചാരികൾ, അടുത്ത കുടുംബക്കാർ അവിടെ തന്നെ ഒരുമിച്ച് കൂടും. എന്നിട്ടോ ഫഅമറത് മിൻ ബുർമത്തിൻ മിൻ തൽബീന, സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ മരിച്ച വീട്ടിൽ ആയിഷ ബീവിയുടെ നേതൃത്വത്തിൽ ഭക്ഷണം പാകം ചെയ്യുകയാണ്. തെൽബീന, മധുരപ്പായസം അല്ലേ? സുമ്മ സുനിയ സുരീദുൻ, പിന്നെ കറിയോട് കൂടെയുള്ള ഖുബൂസ് ഉണ്ടാക്കും, പത്തിരി ഉണ്ടാക്കും. എന്നിട്ട് എല്ലാവരോടും ഭക്ഷിക്കാൻ വേണ്ടി പറയും. ആചാരമാണ്, സഹാബത്തിന്റെ ആചാരമാണ്. താവൂസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് വേറെയുണ്ട്. ഒരുപാട് വിഷയമുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. പിന്നെ ചില കിതാബുകളിലൊക്കെ അനാചാരം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെന്താണ്? പഴയ കാലത്തെ ചില സമ്പ്രദായത്തിൽ കരയുന്ന ചില പെണ്ണുങ്ങൾക്ക് വേണ്ടി ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു വിഷയമുണ്ട്. അത് പാടില്ല എന്ന ഇമാമുകൾ പറഞ്ഞത്. സുന്നുത്തആമിലി അജലി ജംഇൻ ബിദ്ആ والجمع للإطعام خير صنيعي. സുന്നുത്തആമി, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ, ലിഅഹ്ലി ജംഇൻ ബിദ്ആ, പ്രത്യേകം ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകം പഴയ കാലത്തെ ആചാരങ്ങൾ അനുവർത്തിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ ബിദ്അത്താണ്. വൽ ജംഉ ലിൽ ഇത്ആമി ഖൈറു സനീഇ, ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് അന്നദാനം കൊടുക്കുക എന്നത്, ഭക്ഷണം കൊടുക്കുക എന്നത് നല്ല പ്രവർത്തനമാ, മഹാന്മാരുണർത്തുകയാണ്. അതുകൊണ്ടത് ബിദ്അത്തായി, അനാചാരമായി ചിത്രീകരിക്കാൻ പാടില്ല. ഇതുപോലെ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ആകെ ബിദ്അത്തിന്റെ ആരോപണവുമായി മുന്നോട്ട് വരുന്ന ഒരു വിഷയമാണ് വിശുദ്ധ റബീഉൽ അവ്വൽ 12-ന് മൗലിദാഘോഷം നടത്തുക എന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത്. നമ്മൾ എന്താണ് അതിന് നടത്താറുള്ളത്? നബി തങ്ങളുടെ മദ്ഹ് പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ അന്നദാനം നടത്തും, സ്വലാത്ത് ചൊല്ലും, പ്രശംസിക്കും, പ്രകീർത്തിക്കും, ഒക്കെ ചെയ്യും. വിമർശകർ പറയാറുള്ളതോ, ഞങ്ങൾ മദ്ഹ് പറയുന്നതിനെതിരല്ല, ഞങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നതിനെതിരല്ല, ഞങ്ങൾ നബി തങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നതിനെതിരല്ല,
അത് റബീഉൽ അവ്വൽ 12 തെരഞ്ഞെടുക്കുന്നതിനാണ് എതിര്. അതാണ് ആചാരം, അതാണ് അനാചാരം, അതാണ് ബിദ്അത്ത് അവർ പറയാറ്. വസ്തുത എന്താണ്? ഇവിടെ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു മുക്കല്ലഫായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ പ്രവർത്തനം 2 വിഭാഗമാണ്. ഒന്ന് അൽ ഇബാദാത്തുൽ മുഖയ്യദ, നിശ്ചിതമായ ഉപാധികളും നിശ്ചിതമായ ഷർത്തുകളും നിശ്ചിതമായ കർമ്മങ്ങളും ഒക്കെ രൂപഭാവ കൽപ്പന സമയം, രൂപങ്ങൾ, ഭാവങ്ങൾ, സന്ദർഭങ്ങൾ പഠിപ്പിച്ചത്. അതങ്ങനെ നിർവഹിക്കാവൂ. ളുഹർ 5 നിസ്കരിക്കാൻ പാടില്ല, മയ്യിത്ത് നിസ്കരിക്കുമ്പോ വാങ്ക് പഠിപ്പിച്ചിട്ടില്ല, പെരുന്നാളിന് വാങ്ക് പഠിപ്പിച്ചിട്ടില്ല, അതുപോലെ തന്നെ മയ്യിത്ത് നിസ്കാരത്തിൽ റുക്കൂഅ് പാടില്ല, അതൊന്നും പാടില്ല. കാരണം അതിനൊക്കെ നിശ്ചിത രൂപം പഠിപ്പിച്ചിട്ടുണ്ട്. സുബഹിന്റെ നേരത്ത് ളുഹർ നിസ്കരിക്കരുത്, ളുഹറിന്റെ നേരത്ത് സുബഹി നിസ്കരിക്കരുത്. ഖളാ വീട്ടിനെ പറ്റിയല്ല പറഞ്ഞത്, സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അതിനെ മാറ്റാൻ പാടില്ല. ഇനി ചില ഇബാദത്തുകളുണ്ട്, ആ ഇബാദത്തുകൾക്ക് പ്രത്യേകം രൂപം പഠിപ്പിച്ചു തരാത്ത, പ്രത്യേകം സമയം പഠിപ്പിച്ചു തരാത്ത ഇബാദത്തുകൾ. ഉദാഹരണം, ഇൽമു പറയുക. ഇൽമു പറയൽ ഒരു ഇബാദത്താണ്. ആ ഇൽമു പറയാൻ ഒരാൾ വ്യാഴാഴ്ച തെരഞ്ഞെടുത്തു നിൽക്കുക. നിങ്ങൾ വ്യാഴാഴ്ച തെരഞ്ഞെടുക്കണം, നബി പറഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച തെരഞ്ഞെടുക്കണം, നബി പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനൊരു സമയം തെരഞ്ഞെടുത്താൽ വിദേത്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ടവർ ഇൽമു പറയാൻ വേണ്ടി പ്രത്യേകം വ്യാഴാഴ്ച തെരഞ്ഞെടുത്തിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇത് പറഞ്ഞതിന്റെ പേരിൽ ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ എന്തുകൊണ്ട് പുത്തനാശയക്കാരനായി ചിത്രീകരിക്കുന്നില്ല? അറഫയുടെ ദിവസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ നേതൃത്വത്തിൽ അറഫയുടെ പുറത്ത് പ്രത്യേകം ദിക്ർ ഹൽഖ സംഘടിപ്പിക്കുമായിരുന്നു. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു തന്റെ സുനനിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതിന്റെ പേരിൽ എന്തുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പുത്തൻ പ്രസ്ഥാനക്കാരനായി കാണുന്നില്ല? നിങ്ങൾ ആലോചിക്കണം. അതുപോലെ മദ്ഹ് പറയുക, അതിന് റബീഉൽ അവ്വൽ തെരഞ്ഞെടുത്തു നിൽക്കുക. റബീഉൽ അവ്വൽ മാത്രമല്ല നമ്മൾ മൗലിദ് ഓതാറുള്ളത്. മദ്ഹ് പറയുന്നതിന് റബീഉൽ അവ്വൽ തെരഞ്ഞെടുക്കുന്നതിന് പ്രമാണങ്ങളുണ്ട്, അത് മറ്റൊരു വിഷയം, അതിലേക്ക് ഞാൻ കടക്കുന്നുണ്ട്. പക്ഷേ ഈ വിശുദ്ധ റബീഉൽ അവ്വൽ മദ്ഹ് പറയുന്നതിന് തെരഞ്ഞെടുക്കുന്നതിന് എന്താണ് കുഴപ്പമുള്ളത്? ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇന്ന മിൻ ഖിയാരി ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾ, യുറാഊന ശംസ വൽ ഖമറ വൻ നുജൂമ ലിഅജലി ദിക്രില്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാൻ പ്രത്യേകമായി സമയം തെരഞ്ഞെടുക്കുന്ന നല്ല ആളുകളുണ്ട് എന്ന് ശൗക്കാനി പോലും ഇതെടുത്തുദ്ധരിച്ചിട്ടില്ലേ? തുഹ്ഫത്തുൽ ദാക്കിരീനിൽ നിങ്ങൾ നോക്കുക. അപ്പൊ പ്രത്യേക സമയം തരുന്നതിന് കുഴപ്പമില്ല. സഹാബത്തെ കിറാം ഈ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് മദ്ഹ് പറഞ്ഞിട്ടുണ്ടോ? അതൊരു വിഷയമാണ്. സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മക്കത്തുൽ മുക്കറമയിൽ നിന്നും മദീനയെ പവിത്രമാക്കാൻ വേണ്ടി, ഹറമാക്കാൻ വേണ്ടി നടത്തിയ പ്രയാണ യാത്രയാണ് ഹിജറ എന്ന് പറയുന്നത്. ആ ഹിജറയ്ക്ക് ആതിഥ്യം വഹിക്കാൻ ജഗന്നിയന്താവായ പടച്ച തമ്പുരാൻ തെരഞ്ഞെടുത്ത ദിവസം അതേതാ? റബീഉൽ അവ്വൽ 12. ഏത് ദിവസം? തിങ്കളാഴ്ച ദിവസം. മാസം റബീഉൽ അവ്വൽ, ഡേറ്റ് 12, ദിവസം തിങ്കളാഴ്ച, രാവിലെയാണ് നബി തങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ മദീനയെ പവിത്രമാക്കുക എന്ന് പറയുന്ന മക്കൾക്ക് നബി തങ്ങളുടെ വിലാദത്ത് കൊണ്ട്, ജന്മം കൊണ്ട് പവിത്രമാവാനുള്ള സൗഭാഗ്യമുണ്ടായതുപോലെ മദീനയ്ക്ക് ഹറമാവാനുള്ള, പവിത്രതയുണ്ടാവാനുള്ള സാഹചര്യമുണ്ടാകുന്ന പശ്ചാത്തലം എന്നാണ് അല്ലാഹു തെരഞ്ഞെടുത്തത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. അന്ന് സഹാബത്തെ കിറാം നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ചൊല്ലിയത് എന്താണ്? ത്വലഅൽ ബദ്റു അലൈനാ മദഅ ലില്ലാഹി ദാഇം, ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ
മാ ദആ ലില്ലാഹി ദാഇ. അന്ന് മഹാരഥന്മാരായ സഹാബത്തെ കിറാം നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് നടത്തിയ പാട്ട്, അതിലെന്താണുള്ളത്? വജബ അശ്ശുക്രു അലൈന. ഈ ശൈലിയിലുള്ള നന്ദി പ്രകടനം അലൈന വിശ്വാസികളുടെ മേൽ കടമയാണ് നബിയേ. മാ ദഅ ലില്ലാഹി ദാഇ. ലോകത്ത് വാങ്കുവിളി നടക്കുന്ന കാലത്തോളം. അന്ന് എന്നല്ല, സമയം പെട്ടു, സ്ഥലം പെട്ടു, സന്ദർഭം പെട്ടു, എല്ലാം അതിൽ ഉൾപ്പെട്ടു. അത് അന്നേക്ക് മാത്രമാണോ? അല്ല. മാ ദഅ ലില്ലാഹി ദാഇ. ലോകത്ത് ദഅവത്ത് നടക്കുന്ന കാലത്തോളം, ഖിയാമത്ത് നാൾ വരെ ഈ ശൈലിയിലുള്ള നന്ദി പ്രകടനം അനിവാര്യമാണ് എന്ന് നബിയുടെ സാന്നിധ്യത്തിൽ വെച്ച് സഹാബത്ത് പ്രഖ്യാപിച്ചാൽ, ആ പ്രഖ്യാപനത്തെ നബി തങ്ങൾ വിമർശിച്ചിട്ടില്ലെങ്കിൽ അത് സുന്നത്തിന്റെ പരിധിയിൽ വരുന്നു. അത് സുന്നത്തിന്റെ പരിധിയിൽ വരുന്നു. സുന്നത്തും ബിദ്അത്തും ഏതെന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉസൂലധിഷ്ഠിതമായി, നിദാനശാസ്ത്രം അധിഷ്ഠിതമായി ബഹുമാനപ്പെട്ട ഇമാം നവവിയുടെ ഉസ്താദ് അബൂ ശാമ റളിയല്ലാഹു അൻഹു ഒരു കിതാബ് ഉണ്ടാക്കി, അൽ ബാഇസ്. ഈ അൽ ബാഇസ് എന്ന ഗ്രന്ഥം ഉണ്ടാക്കിയപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് വിശുദ്ധ റബീഉൽ നബി തങ്ങളുടെ ജന്മദിനം ആചരിക്കൽ അനാചാരമാണെന്ന് പറയരുത് എന്ന് വ്യക്തമായി കൊണ്ടു തന്നെ ബഹുമാനപ്പെട്ട അബൂ ശാമ റളിയല്ലാഹു അൻഹു പറയാൻ കാരണം അത് അനാചാരത്തിന്റെ പരിധിയിൽ വരുന്നില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഈ അടുത്ത് ഞാൻ ഒരു സലഫി പ്രഭാഷകന്റെ പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഉത്തമ നൂറ്റാണ്ടിലൊന്നും ഈ ആചാരമല്ല, മുജാഹിദ് പ്രസ്ഥാനം ഉത്തമ വിശ്വാസികളായതുകൊണ്ട് ഞങ്ങൾ ആരും നബിദിനം ആഘോഷിക്കുന്നില്ല എന്നാണ്. അതിന് മറുപടിക്ക് പോയപ്പോൾ ഞാൻ ചോദിച്ചു, 1926 തലശ്ശേരിയിൽ വെച്ച് നടന്ന 4ാം വാർഷിക സമ്മേളന വാർഷിക റിപ്പോർട്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല മദ്രസകൾ ഉദ്ഘാടനം ചെയ്തിരുന്നത് റബീഉൽ അവ്വൽ 12-ന് മൗലിദാഘോഷം നടത്തിയിട്ടാണെന്ന് പറയുന്നുണ്ടല്ലോ. ആ മൗലിദാഘോഷത്തിലേക്ക് തേങ്ങല്ല, തെങ്ങ് വിരിച്ചിരുന്നല്ലോ. നമ്മൾ തേങ്ങല്ല വിരിക്കല്, തെങ്ങുകൾ വിരിക്കാറുണ്ടായിരുന്നല്ലോ. അതിൽ പരാമർശിക്കപ്പെട്ട 30ഓളം മുജാഹിദ് പണ്ഡിതന്മാരിൽപ്പെട്ട പല പണ്ഡിതന്മാരെയും ഇസ്ലാഹി ഭൂമികയിലെ ഇന്നലകളിലെ നായകന്മാരെന്ന് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അപ്പൊ അവർ ഉത്തമ വിശ്വാസികളാണോ? അല്ലേ? ഉത്തമ വിശ്വാസികളൊന്നും ആയതുകൊണ്ട് മൗലിദ് ആഘോഷിക്കുന്നില്ലെങ്കിൽ അവർ മൗലിദ് ആഘോഷിച്ചു, അപ്പൊ അവർ ഉത്തമ വിശ്വാസികളല്ല എന്ന് പറയേണ്ടി വരും. നമുക്ക് ഏതായാലും ആ വാദമുണ്ട്. KM മൗലവിനെ പോലെയുള്ള, പരീക്കുട്ടി മൗലവിയെ പോലെയുള്ള, അവരെ പോലെയുള്ള മൗലവിമാര് ഉത്തമ വിശ്വാസികളല്ല എന്ന സുന്നികളുടെ വാദത്തോട് ഇവർ യോജിക്കുന്നുണ്ടോ? അൽ മുർഷിദിലും മിർഷാദിലും പല പ്രസിദ്ധീകരണങ്ങളിലുണ്ടല്ലോ. 1952 വരെ മുജാഹിദ് പ്രസ്ഥാനവും നബിദിനാഘോഷം നടത്തിയിരുന്നല്ലോ. പിന്നെ എന്തിനാണ് വിമർശിക്കുന്നത്? അന്നുള്ള പ്രമാണം ഇന്നുമില്ലേ? അന്നുള്ള ആശയം ഇന്നുമില്ലേ? പിന്നെ ആരാണ് പുതിയ ചിന്താഗതിക്കാരുമായി പുറത്തേക്ക് വന്നത്? ഈ രൂപത്തിലാണ് ഏത് വിഷയം എടുത്തു നോക്കിയാലും. വിശുദ്ധ റബീഉൽ അവ്വലിൽ നാം പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലുന്നു എന്നതാണ് സുന്നികളുടെ പേരിൽ പ്രത്യേകമായ ഒരു ആരോപണം. സ്വലാത്ത് ഹൽക്കകൾ സംഘടിപ്പിക്കുന്നു എന്നതാണ് ഒരു വിഷയം. ഇന്ന് എല്ലാ മുജാഹിദ് പ്രസിദ്ധീകരണങ്ങളിലും അവരുടെ സ്റ്റേജുകളിലും പേജുകളിലുമുള്ള ഒരു വിഷയമാണ് ഈ മഹത്തായ സ്വലാത്ത് നഗറിൽ നടക്കുന്ന സ്വലാത്തിനെ സംബന്ധിച്ചുള്ള വിഷയം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതാണോ വിമർശിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകം സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ ഉണ്ടല്ലോ. സ്വലാത്തിന്റെ മജ്ലിസിനെയാണോ വിമർശിക്കുന്നത്? പ്രതിഫലം ലഭിക്കുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ നടത്തുന്ന മജ്ലിസുകളുടെ പവിത്രത സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഒക്കെ ഉണ്ടല്ലോ. പ്രത്യേകമായി അത് വിസിറ്റ് ചെയ്യുന്ന മലക്കുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെന്തിനാണ് വിമർശിക്കുന്നത്? അതിൽ പിരിവ് നടത്തുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് പെരുന്നാൾ ഖുതുബക്ക് അവര് ബക്കറ്റ് പിരിവ് നടത്തുന്ന നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നത്.
ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പെരുന്നാ പള്ളിയിൽ വന്ന ദുആക്ക് വേണ്ടി വന്ന ദിക്റിന് വേണ്ടി വന്ന ആളുകളിൽ നിന്ന് പിരിവെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരായിരുന്നു ബക്കറ്റ് കൊണ്ട് നടന്നിരുന്നത്. അന്ന് ബക്കറ്റല്ല, അന്ന് മുണ്ടുകൊണ്ടാ പോയിരുന്നത്. അല്ലേ? കൈഫ നുസല്ലി അലൈക, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ഫിസ്വലാ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ മുസ്നദിലുള്ള റിവായത്തിൽ ഫിസ്വലാത്തി, നിസ്കാരത്തിൽ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അത് ഇബ്രാഹിമിയ്യ സ്വലാത്ത് എന്ന ഇബ്രാഹിമിയ്യ സ്വലാത്ത്, അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്, ഒടുവിൽ അത്തഹിയ്യാത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, തർക്കം ഇല്ല. മറ്റു സ്വലാത്ത് ചൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഫഇൻ സല്ലൈതും അലയ്യ ഫഹ്സിനുസ് സ്വലാ, ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആശയം നന്നാക്കി ചൊല്ലണം. ആ ആശയം നന്നാക്കിയ സ്വലാത്തിൽ പെട്ടതാണ് നാരിയ സ്വലാത്ത്. അതേ ആശയത്തിലുള്ള സ്വലാത്താണ് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് വളരെ കൃത്യമായി വ്യക്തമായി കൊണ്ടുതന്നെ അവിടുത്തെ കിതാബുർ റിസാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സ്വലാത്ത് പവിത്രമാക്കപ്പെട്ട സ്വലാത്താണ്. അങ്ങനെ ഇമാമുകളൊക്കെ പല സ്വലാത്തുകളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നബി പഠിപ്പിക്കാത്ത സ്വലാത്ത് ചൊല്ലാൻ പാടില്ല എന്നാ അവർ പറയുന്നത്. പക്ഷേ എല്ലാ വിഭാഗം മുജാഹിദുകളും അംഗീകരിക്കുന്ന അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ അവസാന ഭാഗത്തൊരു സ്വലാത്തുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ അൻസൽതൽ ഖുർആന അലൈഹി എന്ന് പറഞ്ഞിട്ടൊരു സ്വലാത്ത്. ആ സ്വലാത്ത് ആര് പഠിപ്പിച്ചതാ? ആ സ്വലാത്ത് ആര് പഠിപ്പിച്ചതാ? നബി അങ്ങനെ സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് അങ്ങനെ സ്വലാത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നബി പഠിപ്പിക്കാത്തവർക്കെല്ലാം പാടുണ്ടോ? ഇങ്ങനെയാണ് ഏത് വിഷയം എടുത്തു നോക്കിയാലും. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നിശ്ചിത രൂപം, ഭാവം, അത് കാണിക്കപ്പെടാത്ത ആരാധനകൾക്ക് പ്രത്യേകമായ സമയം നിശ്ചയിക്കുന്നതിന് പ്രമാണത്തിനെതിരല്ല എന്നേ പറഞ്ഞതിനർത്ഥമുള്ളൂ. അതുപോലെ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അനുവർത്തിക്കുന്ന ഏത് വിഷയങ്ങളുണ്ടെങ്കിലും ഏത് കാര്യങ്ങളുണ്ടെങ്കിലും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, പൂർവികരായ ഇമാമുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഇമാമുകൾ ഇതിനോടുള്ള സമീപനം എന്താണ് നടത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കും. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ വഫാത്തായ ആളുകളോട് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന മുജാഹിദുകൾ പറയുന്നത്. ഇസ്തിഗാസയുടെ ഒരു വിഷയം തന്നെ ഉള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വഫാത്തായവരുടെ അവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. തെളിവോ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവോട് കൂടെ ഒരാളെ ഒപ്പം വിളിക്കരുത്. മുജാഹിദീങ്ങളെ പള്ളിയിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയലില്ലേ? ഒരാളെയും വിളിക്കരുത്, ഇബാദത്തെടുക്കരുത് എന്ന ആയത്താണ് പോൽ തെളിവ്. പ്രിയപ്പെട്ടവരെ, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ മഹാരഥന്മാരോട് സഹായം ചോദിക്കുക എന്നതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താ? സഹായം ചോദിക്കൽ 4 രൂപത്തിലാണ്. ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവരോട്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട്, മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട്, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരോട്, ഇങ്ങനെ 4 രൂപത്തിലുണ്ട്. വിഷയം വിശാലമാണ്, അതിലേക്ക് കടക്കുന്നില്ല. അഭൗതികമായ വിഷയങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലിനോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹായം ചോദിച്ചത് ബുഖാരിയിലുണ്ട്. സലമത്തുൽ മക്ക തങ്ങൾ ചോദിച്ചത് ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് അതിൽ തർക്കിക്കേണ്ട ആവശ്യം ഇല്ല. മരിച്ചവരോട് സഹായം ചോദിക്കലാണ് മഅ്ശറ വൻസബയിൽ ചെല്ലുന്ന സമയത്തിലുള്ള ഇസ്തിഗാസ. അതും തർക്കത്തിന് ഇവിടെ എടുക്കാറില്ല. മരിച്ചവർ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കലാണ്. സ്വാലിഹായ മയ്യിത്താണെങ്കിൽ പെട്ടെന്ന് എത്തിക്കണേ ഖദ്ദിമൂനി എന്ന് പറയും. സഹീഹുൽ ബുഖാരിയിലുണ്ട്. അതും ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവരോട് സഹായം ചോദിച്ചാൽ അത് തെറ്റാണ് എന്നാണ് പറയുന്നത്. വഫാത്തായവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തുന്നു, യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട്. അത് ലൈഫാണ്, പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ.
ഈ ഹദീസിനോട് ഇത് ഉദ്ധരിച്ച ഇമാം ബുഖാരി എന്ത് നിലപാടാണ് എടുത്തത്? ഇത് ആചാരമാണോ അനാചാരമാണോ? ഇമാം ബുഖാരി അധ്യായത്തിന് കൊടുക്കുന്നതിനെ ബാബു മാ യഖൂലുഹു ഇദാ ഖദറത് റിജ്ലുഹു എന്നാണ്. ബാബു മാ യഖൂലു ഇദാ ഖദറത് റിജ്ലു, കാലിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന അധ്യായത്തിലാണ്. അപ്പൊ ആ അധ്യായം ഉദ്ധരിച്ചതിന്റെ മേൽ ഇമാം ബുഖാരി മതത്തിന് പുറത്താണെന്ന് പറയാൻ പറ്റുമോ? ഏതായിരുന്നാലും ആ വിഷയത്തിൽ ഇപ്പോൾ അഴഞ്ഞ നിലപാട് വന്നിട്ടുണ്ട്. ഞാൻ ആലോചിക്കുകയാണ്, മണ്ണാറക്കാട് സംവാദത്തിൽ വെച്ച് പണ്ഡിത സുഹൃത്ത് സുലൈമാൻ സഖാഫി മാളിക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, അദ്ദേഹം യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അബ്ദുകളെ സഹായിക്കണേ എന്ന് സഹായം ചോദിച്ചാൽ മജ്മുഉസ് സവായിദിലെ ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നതിനുള്ള തെളിവ് ഉദ്ധരിച്ചപ്പോ മുസ്ലിയാരെ തട്ടിപ്പ് നടത്തരുത്, അത് ലൈഫാണ്, തള്ളാണം എന്ന് പറഞ്ഞിട്ട് അന്ന് സക്കരിയ സലാഹി ശക്തിയായതിന് വിമർശിക്കുകയുണ്ടായി. ഇന്ന് ജിന്നിന്റെയും അതുപോലുള്ള വിഷയം വന്നപ്പോൾ അദ്ദേഹം പറയുന്നു യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതാണ്. അല്ലാഹു തആല ചില ജിന്നുകളെയും മലക്കുകളെയും അതിനുവേണ്ടി പ്രത്യേകം സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കുന്നു ഇബാദുല്ലാ എന്നതിൽ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും പെടുകൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ ഔലിയാക്കൾ എല്ലാം പെടും. ഇവർ ജിന്നുകളെയും മലക്കുകളെയും മാത്രം പെടുത്തിയത്, അതിനാണ് തെളിവില്ലാത്തത്. മറ്റുള്ളവരെല്ലാവരും പെടും എന്നേ സുന്നികൾ പറയുന്നുള്ളൂ. ഇവർ പറയുന്നു ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യുകയില്ല എന്ന്. അള്ളാഹുവിന്റെ റസൂൽ ഉണർത്തുന്നത് കാണാം. ഈസാ നബി അലൈഹിസ്സലാം വരുന്നതിന്റെ ആഗമനത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ലഇൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ബിദഈ കക്ഷികൾ പറയുന്നത് ഒരിക്കലും തന്നെ ഉത്തരം ചെയ്യാൻ കഴിയൂല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതോ ലഇൻ ഖാമ അലാ ഖബരി, എന്റെ ഖബറിൽ നിന്ന് ഫഖാല യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേ എന്ന് പറഞ്ഞാൽ ലഉജീബന്ന, ഞാൻ ഉത്തരം ചെയ്യും. അല്ലേ? മുസ്നദ് അബീ അലയിൽ സഹിഹായ പരമ്പരയോടുകൂടെ വളരെ വ്യക്തമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവമാണ്. പറയൂ, അത് ബിദ്അത്താണോ? ഒന്നാം നൂറ്റാണ്ടിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇസ്തിഗാസ നടത്തുന്നവരാണ്. രണ്ടാം നൂറ്റാണ്ടിൽ അബൂ ഹനീഫ ഇമാം ഇസ്തിഗാസ നടത്തുന്നവരാണ്. മൂന്നാം നൂറ്റാണ്ടിൽ അഹ്മദ് ഹംബൽ തങ്ങൾ ഇസ്തിഗാസ നടത്തിയവരാണ്. നാലാം നൂറ്റാണ്ടിൽ ഇമാം തബറാനി തങ്ങൾ ഇസ്തിഗാസ നടത്തിയവരാണ്. അഞ്ചാം നൂറ്റാണ്ടിൽ ഇമാം ഗസാലി തങ്ങൾ ഇസ്തിഗാസ നടത്തണമെന്ന് നിർദ്ദേശിച്ചവരാണ്. ആറാം നൂറ്റാണ്ടിൽ ഇമാം റാസി തങ്ങൾ നടത്തണം എന്ന് പറഞ്ഞവരാണ്. ഏഴാം നൂറ്റാണ്ടിൽ ഇമാം നബി തങ്ങൾ തന്റെ കിതാബ് രചിക്കുമ്പോൾ നടത്തിയവരാണ്. എട്ടാം നൂറ്റാണ്ടിൽ ഇമാം സുബിക്കി തങ്ങൾ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞവരാണ്. ഒമ്പതാം നൂറ്റാണ്ടിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ വളരെ വ്യക്തമായി തന്റെ ഖസീദയിൽ രേഖപ്പെടുത്തിയതാണ്. 10-ാം നൂറ്റാണ്ടിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇസ്തിഗാസ നടത്തണമെന്ന് നിർദ്ദേശിച്ചവരാണ്. 11-ാം നൂറ്റാണ്ടിൽ ഇമാം ഖഫാജി തെളിവ് ധരിച്ചുകൊണ്ട് സമർത്ഥിച്ചവരാണ്. 12-ാം നൂറ്റാണ്ടിൽ ഇസ്മായിൽ ഹഖി തങ്ങൾ ഒരിക്കലും ഇസ്തിഗാസ വിമർശിക്കരുതെന്ന് നിർദ്ദേശിച്ചവരാണ്. 13-ാം നൂറ്റാണ്ടിൽ ഇമാം ബാജൂരി തങ്ങൾ തന്റെ ഫിഖഹിന്റെ ബാജൂരി റൗള ഷരീഫിൽ ഇസ്തിഗാസയിലൂടെ സമർപ്പിച്ചവരാണ്. 14-ാം നൂറ്റാണ്ടിൽ ഇമാം നബഹാനി തങ്ങൾ ഇസ്തിഗാസയ്ക്ക് വേണ്ടി ഒരുപാട് ഗ്രന്ഥം രചിച്ചവരാണ്. ഈ 14 നൂറ്റാണ്ടിലും വ്യക്തമായി സ്പഷ്ടമായി ഇവിടെ ആചരിച്ചു വന്നിരുന്ന മഹത്തായ ആചാരം, ആ ആചാരമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ആ ആചാരമാണ് മഹാരഥന്മാരോട് സഹായം ചോദിക്കുക എന്നത്. പിന്നെ എന്തിനാണ് അത് അനാചാരമാക്കുന്നത്? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് അനാചാരമാക്കുന്നത്? അതുപോലെ തന്നെയാണ് എന്റെ പ്രിയമുള്ളവരെ തവസ്സുലിന്റെ വിഷയവും മന്ത്രത്തിന്റെ വിഷയവും എല്ലാ വിഷയങ്ങളും. ഇന്ന് 178ഓളം വിഷയങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനവുമായി മൗലവി വിഭാഗവുമായി സുന്നികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. 116ഓളം വിഷയങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുമായി വ്യത്യാസമുണ്ട്. ആ വിശ്വാസങ്ങളിൽ പലതും എന്നല്ല, മുഴുവൻ വിശ്വാസങ്ങളും പ്രമാണബദ്ധമായി കൊണ്ടു തന്നെ നമുക്ക് സ്ഥിരപ്പെടുത്താൻ കഴിയും. പൂർവികരായ ഇമാമുകൾ നിർദ്ദേശിക്കാത്ത ഒരൊറ്റ ആചാരവും സുന്നികൾ ആചരിക്കുന്നില്ല. പക്ഷേ
പൂർവികരുടെ കിതാബുകളിൽ കാണാത്ത ഒരുപാട് അനാചാരങ്ങൾ, അതല്ലെങ്കിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ മുജാഹിദികളുടെ പ്രവർത്തനങ്ങളിലുണ്ട്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, സാൽവേഷൻ, ഇസ്ലാമിക് സാൽവേഷൻ എന്നാണ് ബാനർ തന്നെ. തൊട്ടുന്നാണ്. ഓനെയും തട്ടണം, അപ്പുറത്തുള്ളവരെയും തട്ടണം, അല്ലേ? ഈ ദീൻ കാര്യത്തിൽ ആരെങ്കിലും വല്ലതും പുതുതാക്കിയാന്ന് പറഞ്ഞിട്ട് അത് തള്ളപ്പെടേണ്ടതാണെന്നല്ലേ അവർ പറയാറുള്ളത്. ഇസ്ലാമിക് സാൽവേഷൻ, ഇസ്ലാമികമായൊരു സാൽവേഷൻ നബി നടത്തിയിട്ടുണ്ടോ? റബീഉൽ അവ്വലിന്റെ വിഷയം ചോദിക്കുമ്പോ 4 ഖുലഫാഉർ റാഷിദീൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കല്ലേ? ഖുലഫാഉർ റാഷിദീൻ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കല്ലേ? 4 മദ്ഹബിന്റെ ഇമാമുകൾ നടത്തിയിട്ടുണ്ടോ ചോദിക്കലില്ലേ? ഉത്തമ നൂറ്റാണ്ടുകളിൽ, അല്ലേ? അത് ഹിജ്റ 300 ശേഷം വന്നതാ. മൗലിദിനെ പറ്റി അതല്ലേ അവർ പറയാറുള്ളത്. നമ്മൾ 300 കൂടി വിട്ടുകൊടുക്കുക, 600 വരെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇസ്ലാമിക് സാൽവേഷൻ എന്നുള്ളത് ബിദ്അത്തല്ലേ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഏതെങ്കിലും ഒരു ഇമാമിന്റെ കിതാബിലുണ്ടോ? പിന്നെ അതെങ്ങനെ ആചാരായത് ചോദിക്കണം. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത കുറെ ദുആകൾ ചെല്ലാറില്ലേ അവര്? ഞങ്ങൾ തൽക്കീനെതിരാ, തസ്ബീത്ത് ചെല്ലലുണ്ട്. എന്താ തസ്ബീത്ത് ചെല്ലല്? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ വഅൽഹിംഹുൽ ജവാബ് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ എന്നൊക്കെ പറഞ്ഞ് തസ്ബീത്തിന് പ്രത്യേക ദുആകൾ അവർ തെരഞ്ഞെടുക്കാറുണ്ട്. ഏത് ഹദീസിന്റെ കിതാബിലാണ് ഉള്ളത്? അവര് ചൊല്ലുന്ന തസ്ബീത്ത് ലൈഫായ ഹദീസ് മതി. ഏത് കിതാബിലാണ് ഉള്ളത്? ഇങ്ങനെ തസ്ബീത്ത് ഉണ്ടോ? ഇന്നവർ ചെല്ലാറുന്ന തസ്ബീത്തിന്റെ പരിപൂർണമായ രൂപം ഒരൊറ്റ ഹദീസിന്റെ കിതാബുകളിൽ നമ്മൾ കണ്ടിട്ടില്ല. കണ്ടവരുണ്ടോ? തെളിയിക്കാവുന്നതാണ്. നബിയും സഹാബത്തും പഠിപ്പിക്കാത്ത, നമ്മൾ പറയുന്ന ദുആയാണ്, ദുആയിൽ അതും ഉൾപ്പെടും. അതുകൊണ്ടാവാം പൊതുവായ നിർദ്ദേശത്തിൽ അത് ഉൾപ്പെട്ടു. ഇവർക്കത് പോരല്ലോ. പിന്നെ എങ്ങനെയാണ് അതിനെ വിമർശിക്കാറുള്ളത്? എങ്ങനെയാണ് അവർ ചെല്ലാറുള്ളത്, അനുവർത്തിക്കാറുള്ളത്? അവർ പറയുന്നു തൽഖീൻ അനാചാരമാണെന്ന്. ആര് പറഞ്ഞു തൽഖീൻ അനാചാരമാണെന്ന്? ഇബ്നു തൈമിയ്യ പോലും പറയുന്നു സഹാബത്തെ കിറാം തൽഖീൻ ചെല്ലുന്നവരായിരുന്നു. അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ആ തൽഖീനിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു സാലിഹുൻ ലി അൻ യുഹ്തജ ബിഹി, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടാൻ പാടില്ലാത്തതാണ് എന്ന് വ്യക്തമായി നിർദ്ദേശമുള്ള ഒരു വിഷയം സുന്നികൾ നടത്തുമ്പോൾ അത് ബിദ്അത്താണ് എന്ന് പറയുന്നു. അവരൊരു ദുആ നടത്തുമ്പോൾ അതിനെ സംബന്ധിച്ച് ഹദീസിന്റെ കിതാബുകളിലുള്ള പരാമർശമേ ഇല്ല. ആ ദുആകളെ സംബന്ധിച്ച് പറയുന്നതോ അത് സുന്നത്താണെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതുപോലെ എന്റെ പ്രിയമുള്ളവരെ, ദിക്റ് ചൊല്ലുക എന്നത് മരിച്ചവരുടെ പേരിൽ 70,000 ദിക്റ് ചൊല്ലുക എന്നത് സാധാരണ ഇമാമിങ്ങളും പൂർവികരായ മഹത്തുക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്നൊരു വിഷയമാണ്. കാരണം ദിക്റ് എന്നുള്ളതൊരു മഹത്തായ ഇബാദത്താണ്. മയ്യിത്ത് നിസ്കാരം ഒരു ഇബാദത്താണ്, ഹജ്ജ് ഒരു ഇബാദത്താണ്, സോമം ഒരു ഇബാദത്താണ്. അപ്പൊ ഇബാദത്ത് എന്നത് മയ്യിത്തിന് വേണ്ടിയിട്ട് നാം നിർവഹിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഫലം ചെയ്യും. ആ ഫലം ചെയ്യുന്നതിൽ നിസ്കാരമുണ്ട്, നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്, ദിക്റുണ്ട്, ഇസ്തിഗ്ഫാറുണ്ട്, ഖിറാഅത്തുണ്ട്, ഒക്കെ ഉണ്ട്. അതല്ലേ മയ്യിത്ത് നിസ്കാരം? അത് ഉൾപ്പെടുന്നുണ്ടല്ലോ. ദിക്റ്, ആ ദിക്റും ഏറ്റവും പ്രതിഫലമുള്ള ഒരു കാര്യല്ലേ? അല്ലാഹുവേ എനിക്കതിന് നൽകുന്ന പ്രതിഫലം അവർക്ക് കൊടുക്കണേ എന്ന പ്രാർത്ഥന, ദുആ, അതെങ്കിലും സ്വീകരിക്കപ്പെടുമല്ലോ. പിന്നെന്തിനാണ് വിമർശിക്കുന്നത്? അതുപോലെ ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയങ്ങൾ എടുത്താലും അത് പ്രമാണബദ്ധമായി സ്ഥിരപ്പെട്ടതാണ്, പ്രമാണങ്ങളിലുള്ളതാണ്. പ്രമാണങ്ങളിൽ വ്യക്തമായി പറഞ്ഞതോ അതല്ലെങ്കിൽ വ്യംഗ്യമായി നിർദ്ദേശിച്ചതോ ഒരു പൊതുവായ തത്വത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടതോ അല്ലാത്ത ഒരൊറ്റ കർമ്മവും മുസ്ലിം സമുദായം അനുവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ധരിക്കുന്നത് കാണാം, മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ
ഫഹുവ ഇൻദല്ലാഹി ഹസൻ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅത്തയിൽ ഉദ്ധരിക്കുകയാണ്, പല കിതാബുകളിലും ഉദ്ധരിക്കപ്പെടുകയാണ്. മുഅ്മിനീങ്ങൾ ഒരു കാര്യം നന്നായി കണ്ടാൽ, മുഅ്മിനീങ്ങൾ ഒരു കാര്യം നല്ല ആചാരമായി അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ അടുക്കലും നല്ല കാര്യമാണ്. കാരണം ഇന്നല്ലാഹ ലാ യജ്തമിഉ ഉമ്മത്തി അലൽ ളലാല, ഈ ഉമ്മത്തിനെ അല്ലാഹു തആല ളലാലത്തിന്റെ മേൽ ഒരുമിച്ച് കൂടുകയില്ല. വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉണർത്തുകയാണ്. അപ്പൊ വിശ്വാസികൾ ഒരു കാര്യം നല്ലതായി കാണുമ്പോൾ ആ നല്ലതായി കാണുന്നത് അള്ളാഹുവും നന്നായി കാണും. മുഅ്മിനുകൾ ഒരു കാര്യം മോശമായി കാണുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലും അത് മോശമാണ്. സഹാബത്തിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇത് ഉദ്ധരിക്കുന്നത് കാണാം. അതുകൊണ്ട് അത്തരം വിഷയങ്ങള് നാം ഒരിക്കലും അനാചാരമായി തെറ്റിദ്ധരിക്കേണ്ടതില്ല. അതുപോലെ തന്നെയാണ് പിഞ്ഞാണമെടുത്ത് സഹാബത്ത് നിർദ്ദേശിച്ചതാണ് എന്ന് ഇബ്നു കസീർ അടക്കം ഉദ്ധരിക്കുന്നത് കാണാം, ഇബ്നു തൈമിയ്യ ഉദ്ധരിക്കുന്നത് കാണാം. അതുപോലെ ഏത് വിഷയം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ അനുവർത്തിക്കുന്ന, നമ്മൾ ആചരിക്കുന്ന, നമ്മൾ കൊണ്ടു നടക്കുന്ന ഏതേത് വിഷയങ്ങളും പ്രമാണബദ്ധമായി സ്ഥിരപ്പെട്ട സുസ്ഥിരമായ ആചാരങ്ങളാണെന്ന് മനസ്സിലാക്കുകയും മറ്റുള്ള അനാചാരങ്ങൾ അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യാൻ ഞാനും നിങ്ങളും മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. കിതാബുകളില്, പൂർവീക മഹത്തുക്കളില് അവര് നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയങ്ങളിലുള്ളതല്ലാതെ നമ്മളാരും അനുവർത്തിക്കാറില്ല. നാലിലൊരു മദ്ഹബ് സ്വീകരിക്കുമ്പോ ഈ മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന അംഗീകാരത്തോടു കൂടെയാണ് നമ്മളൊക്കെ അനുവർത്തിക്കാറുള്ളത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാലാലൊരു മദ്ഹബ് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് പൂർവീകരായ മഹത്തുക്കളുടെ നിലപാടെന്താണ്? കട്ടായമായിട്ടും അനുവർത്തിക്കണം എന്ന് പറഞ്ഞവരാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി പോലും നാലിലൊരു മദ്ഹബ് സ്വീകരിച്ചവരാണ്. ഇമാം മുസ്ലിം നാലിലൊരു മദ്ഹബ് സ്വീകരിച്ചവരാണ്. പൂർവീകരായ ഇമാമുകളൊക്കെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ഇബ്നു തൈമിയ്യ പോലും തന്റെ ഫതാവയിൽ പറഞ്ഞത് കാണാം, ഫുഖഹാക്കൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഹക്കല്ലാതെയാവുകയില്ല. കാരണം അല്ലാഹു തആല അവരുടെ നാവിന്റെ മേലിൽ സത്യമേ പുറത്തേക്ക് കൊണ്ടുവരൂ. അതുകൊണ്ട് നാലിലൊരു മദ്ഹബ് സ്വീകരിക്കണം എന്ന് അവിടുത്തെ ഖിലാഫുൽ ഫിൽ ഉമ്മ ഫിൽ ഇബാദ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. അതുകൊണ്ട് അതിനെയും നാം ഒരിക്കലും ബിദ്അത്തായി ചിത്രീകരിക്കേണ്ടതില്ല. ഇബ്നു അബ്ദുൽ വഹാബ് പോലും പറഞ്ഞത് വനഹ്നു ഫിൽ ഫുറൂഇ അലാ മദ്ഹബി അഹ്മദ് ബിൻ ഹംബൽ, അഹ്മദ് ഹംബലിന്റെ മദ്ഹബ് സ്വീകരിക്കുന്നവരാ. വലാ നുൻകിറു മൻ ഖല്ലദൽ അർബഅ, നാലിലൊരു മദ്ഹബ് സ്വീകരിക്കുന്നതിനെ നാം വിമർശിക്കുകയില്ല. നേരെ മറിച്ച് ദൂന ഗൈരിഹിം മിൻ റാഫിളിയ്യ വസൈദിയ്യ, മറ്റു ഇതര മദ്ഹബുകൾ പിഴച്ച തത്വങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുകയില്ല. വൽ നുജ്ബിറുഹും അലാ തഖ്ലീദിൽ അയിമ്മത്തിൽ അർബഅ, നാലിലൊരു മദ്ഹബ് സ്വീകരിക്കാൻ അവരെ കൂടെ നിർബന്ധിക്കുമെന്ന് ഇബ്നു അബ്ദുൽ വഹാബ് പറയുകയാ. വലാ നസ്തഹിഖു മർതബത്തൽ ഇജ്തിഹാദി ബൽ ലൈസ ലദൈനാ അഹദുൻ നദ്ഈഹി, ഒരിക്കലും തന്നെ ഇജ്തിഹാദ് നമ്മൾ വാദിക്കുകയില്ല. ഒരാളും തന്നെ ഞങ്ങൾ അത് വാദിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലേ ഇല്ല, അത് അവകാശപ്പെടുകയില്ല എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് പറയുമ്പോ ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ പ്രഭാവ കേന്ദ്രം എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ഇബ്നു അബ്ദുൽ വഹാബിനെ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് അവർക്ക് നേതൃത്വത്തെ അവകാശപ്പെടാൻ കഴിയുക? അതെന്തോ ആവട്ടെ, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഏതായിരുന്നാലും ഇമാമുകൾ പഠിപ്പിച്ചു തന്നത്, സലഫു സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്നത്, അവരൊക്കെ പ്രമാണങ്ങളെ മനസ്സിലാക്കിയത് അതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന് ഖുർആനിൽ നമ്മോട് നിർദ്ദേശിക്കുമ്പോൾ കട്ടായമായും 17 തവണ 5 പ്രാവശ്യമായി കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇസ്ലാം നിർദ്ദേശിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഏതാണ് സിറാത്തുൽ മുസ്തഖീം? സിറാത്തുൽ കിതാബി വസ്സുന്ന എന്ന് പറഞ്ഞില്ല. സുന്നത്തും ഖുർആനും അനുവർത്തിക്കുക നമ്മോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. നേരെ മറിച്ച് ഖുർആനും സുന്നത്തും പൂർവികരായ ആളുകൾ എങ്ങനെ മനസ്സിലാക്കി, സലഫു സ്വാലിഹീങ്ങൾ എങ്ങനെ മനസ്സിലാക്കി, പൂർവികർ എങ്ങനെ മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയ രൂപത്തിലാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങൾ പറയുമ്പോൾ, ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പഠനത്തിന് ഉപയുക്തമാക്കേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ ഇവിടെ
ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളിലും വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതൊക്കെ നമ്മൾ വാങ്ങുകയും കേൾക്കുകയും പഠനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം ഹബീബായ റസൂലുള്ളാഹിയിൽ നിന്നും ദീൻ പഠിച്ച ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് നിർദ്ദേശിക്കുകയുണ്ടായി, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറയുകയുണ്ടായി, യദ്ഹബുദ്ദീനു സുന്നത്തൻ സുന്നത്തൻ കമാ യദ്ഹബുൽ ഹബ്ലു ഖുവ്വത്തൻ ഖുവ്വത്ത. ഈ ദീനിന്റെ ഓരോ കല്ലുകളും പുഴക്കിയെടുക്കാൻ ഇവിടെ കറുത്ത കരങ്ങൾ വരാനുണ്ടെന്ന് പറയുമ്പോൾ അത് നാം വഹാബികളിലൂടെ, മൗദൂദികളിലൂടെ, അതുപോലെയുള്ള കക്ഷികളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പഠനം നടത്തി അത്തരം ആളുകളെ കൂടെ നാം ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. ഒരുപക്ഷെ നമ്മൾ ക്ഷണിച്ചാൽ അവർ വന്നുകൊള്ളണം എന്നില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വഅലം അന്ന സാഹിബൽ ബിദ്അത്തി വൽ മദ്ഹബൽ മുഖാലിഫ്, മോശമായ ചിന്താഗതിക്കാരൻ, പുത്തൻ പ്രസ്ഥാനക്കാരനായ ആളുകൾ, മഹ്മാ അഖംത അലൈഹിൽ ഹുജ്ജത വഅംഹർത അലൈഹി ദലീല, ഒരുപാട് ദലീലുകൾ പറഞ്ഞു കൊടുത്താൽ, ഒരുപാട് ഹുജ്ജത്ത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ, ഒരുപാട് തെളിവുകൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും തന്നെ അവർ അംഗീകരിച്ചു കൊള്ളണം എന്നില്ല. ഒരുപക്ഷെ അവർ പറയും, നീ നിന്റെ വാചക കസർത്ത് കൊണ്ട് രക്ഷപ്പെടുത്തവരാണ് എന്ന് പറയും. പക്ഷേ ഒരിക്കലും വസ്തുത എങ്ങനെയല്ല. അതിൽ നിന്ന് നീ പിന്തിരികയും ചെയ്യരുത്. ഒരുപക്ഷെ നീ പറയുന്നത് കുറെ പറയുമ്പോൾ അവർക്ക് മനസ്സിലായിക്കൊണ്ട് ഹിദായത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്ത നിർവഹണം നടത്തേണ്ടതുണ്ട് എന്ന് മഹാരഥന്മാർ നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രബോധനത്തിന്റെ വക്താക്കളാവുക, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളാവുക. അല്ലാഹു തആല നമുക്കൊക്കെ അതിന് സൗഭാഗ്യം നൽകുമാറാവട്ടെ.